സജ്ജനങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് നാം ഇവിടെ ചൊല്ലിപ്പഠിക്കാൻ പോകുന്നത് നാരായണീയത്തിലെ ദശകം 36 പരശുരാമ അവതാരമാണ്. ഭഗവാൻ വിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമാണ് പരശുരാമ അവതാരം. ആദ്യം തന്നെ നമുക്ക് ദശകത്തിലെ ഓരോ ശ്ലോകങ്ങളുടെയും അർത്ഥം മനസ്സിലാക്കാം. പുരാതന കാലത്ത് ഭഗവാൻ അത്രി മഹർഷിയുടെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ അനസൂയയുടെയും മകനായ ദത്താത്രേയൻ്റെ അവതാരം സ്വീകരിച്ചു. ശിഷ്യന്മാരുടെ ബാഹുല്യം കാരണം മനസ്വസ്ഥത നഷ്ടപ്പെട്ട ദത്താത്രേയൻ പത്നിയോടൊപ്പം വനത്തിൽ അലഞ്ഞു തിരിയാൻ തുടങ്ങി. അങ്ങനെ ഒരിക്കൽ ഹേഹേ രാജാവും വിഷ്ണു ഭഗവാന്റെ മഹാഭക്തനുമായ കാർത്തവീര്യാർജുനൻ ദത്താത്രേയനെ കാണുകയും ദത്താത്രേയൻ അവനിൽ സന്തുഷ്ടനായി അഷ്ടൈശ്വര്യം വരമായി നൽകുകയും ചെയ്യുന്നു. കൂടാതെ സ്വന്തം കൈകളാൽ മരണം, അതായത് ഭഗവാന്റെ കൈകളാൽ മരണവും വരമായി നൽകുന്നു. ഇതാണ് ശ്ലോകം 1ൻ്റെ അർത്ഥം. മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ തന്നെ വളരെ പ്രത്യേകതയുള്ളൊരു അവതാരമാണ് ദത്താത്രേയ മഹർഷിയുടെ അവതാരം. കാരണം ഇത് ത്രിമൂർത്തി സ്വരൂപമാണ്. അവധൂത മാർഗത്തിൻ്റെ ആദിമ ഗുരുവായി അറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. കൂടാതെ ശങ്കരാചാര്യരുടെയും പരശുരാമൻ്റെയും കാർത്തവീര്യാർജുനൻ്റെയും ഗുരുവായി അറിയപ്പെടുന്നതും ഇദ്ദേഹം തന്നെയാണ്. ഇദ്ദേഹത്തിന് അസാമാന്യ കഴിവുകൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. കാർത്തവീര്യാർജുനന് ഭഗവാൻ നൽകിയ വരത്തെ മാനിക്കാനും ബ്രാഹ്മണർക്ക് ഉപദ്രവമുണ്ടാക്കി ഭൂമിക്ക് വലിയൊരു ഭാരമായി മാറിയിരുന്ന രാജവംശത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യാനും കാർത്തവീര്യാർജുന മഹാരാജാവിൻ്റെ വീര്യം കൊണ്ട് മാത്രം ഭൃഗുവംശത്തിൽ ജമദഗ്നി മഹർഷിയുടെയും രേണുകയുടെയും പുത്രനായി രാമൻ എന്ന പേരിൽ ഭഗവാൻ ജനിക്കുന്നു. അങ്ങനെ പരശുരാമൻ മാതാപിതാക്കൾക്ക് വളരെയധികം സന്തോഷം നൽകിയെന്നാണ് ശ്ലോകം 2ൽ പറയുന്നത്. 14ാം വയസ്സിൽ പരശുരാമൻ എല്ലാ വേദങ്ങളിലും പ്രാവീണ്യം നേടി. ഒരു ഗന്ധർവനോട് ക്ഷണികമായ ആകർഷണം തോന്നിയതിനാൽ പത്നിയായ രേണുകാദേവിയോട് ജമദഗ്നി മഹർഷിക്ക് കടുത്ത ദേഷ്യം തോന്നുകയും മക്കളോട് ഓരോരുത്തരോടായി അമ്മയുടെ തലവെട്ടിക്കളയാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. പരശുരാമൻ്റെ മൂത്ത സഹോദരങ്ങൾ തയ്യാറായില്ല. അവരെയും കൊല്ലാനായി ജമദഗ്നി മഹർഷി പരശുരാമനോട് ആവശ്യപ്പെടുന്നു. തുടർന്ന് പരശുരാമൻ അമ്മയെയും സഹോദരങ്ങളെയും കൊല്ലുന്നു. പിന്നീട് പിതാവ് ശാന്തനാകുമ്പോൾ അദ്ദേഹത്തിൽ നിന്നും പരശുരാമന് വരം ലഭിക്കുന്നു. തുടർന്ന് എല്ലാവരെയും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും അമ്മയുടെ അനുഗ്രഹം നേടുകയും ചെയ്യുന്നു. ഇതാണ് 3ാം ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇവിടെ രേണുകാദേവി പൂജാകർമ്മത്തിനായി ജലം ശേഖരിക്കാൻ നദിയിലേക്ക് പോയപ്പോൾ നദിയിൽ സാല്വരാജാവായ ചിത്രരഥനും ഭാര്യയും കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ അഭൗമ സൗന്ദര്യം കണ്ട് നോക്കി നിന്നു പോയ രേണുകാദേവി മടങ്ങി വരാൻ അല്പം താമസിച്ചു. വൈകിയതിൻ്റെ കാരണം ജമദഗ്നി മഹർഷിയോട് രേണുകാദേവി പറഞ്ഞെങ്കിലും അദ്ദേഹം അത് കൂട്ടാക്കിയില്ല. പുത്രന്മാരോട് അമ്മയെ കൊല്ലാൻ ആവശ്യപ്പെടുകയും ആരും അത് കൂട്ടാക്കാതെ വന്നപ്പോൾ അവസാനം പരശുരാമനോട് പറയുകയും പരശുരാമൻ അമ്മയെ കൊല്ലുകയും ചെയ്യുന്നു. അനുസരണയില്ലാതെ പെരുമാറിയ സഹോദരങ്ങളെയും കൊല്ലാൻ പറയുന്നു. അങ്ങനെ സഹോദരങ്ങളെയും പരശുരാമൻ കൊന്നുകളയുന്നു. ശാന്തനായ പിതാവ് ഇഷ്ടമുള്ള വരം ചോദിക്കാൻ പറഞ്ഞപ്പോൾ പരശുരാമൻ അമ്മയെയും സഹോദരങ്ങളെയും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ടുള്ള വരം തരാൻ ആവശ്യപ്പെടുകയും പിതാവ് അത് സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇതാണ് കഥ. ഇങ്ങനെ നാരായണീയത്തിലെ ഓരോ സംഭവങ്ങൾക്ക് പിന്നിലും കഥകളുണ്ട്. വീഡിയോ ലോങ്ങായി പോകുന്നത് കൊണ്ടാണ് ഞാനതൊക്കെ ചുരുക്കി പറയുന്നത്. തുടർന്ന് രേണുകാദേവിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജമദഗ്നി മഹർഷി സ്തുതിച്ചു വരുത്തിയ കാമധേനുവിനെയും കൊണ്ട് പരശുരാമൻ അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ച് ഹിമാലയത്തിലേക്ക് പോകുന്നു. അവിടെ പരമശിവനെ തപസ് ചെയ്ത് പരശു എന്ന ദിവ്യ ആയുധം കൈക്കലാക്കി അദ്ദേഹം പറഞ്ഞ ഒരു അസുരനെയും വധിക്കുന്നു. പിന്നെ ധാരാളം അനുഗ്രഹീത അസ്ത്രങ്ങളും മറ്റ് ദിവ്യായുധങ്ങളും നേടുന്നു. അകൃതവർണ്ണ മുനിയെ സുഹൃത്തായി സ്വീകരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നു. ഇതാണ് 4ാം ശ്ലോകത്തിൻ്റെ അർത്ഥം. ആ സമയത്ത് കാട്ടിൽ വേട്ടയാടാൻ വന്ന കാർത്തവീര്യാർജുന രാജാവിനെ ഭൃഗുമഹർഷി സ്വാഗതം ചെയ്യുകയും രാജാവിനെയും സൈന്യത്തിനെയും കാമധേനു പശുവിനെ ഉപയോഗിച്ച് വേണ്ട വിധത്തിൽ സൽക്കരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. തിരികെ കൊട്ടാരത്തിലേക്ക് മടങ്ങിയ രാജാവിനെ
ഒരു ദുഷ്ടനായ മന്ത്രി ഉപദേശിക്കുകയും തുടർന്ന് കാമധേനു പശുവിനെ മേടിക്കാനായി ആ മന്ത്രിയെ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നു. പശുവിനെ ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ച മന്ത്രിയെ മഹർഷി തടഞ്ഞതിനാൽ മന്ത്രി മഹർഷിയെ കൊല്ലുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സൈന്യം പശുവിനാൽ നശിപ്പിക്കപ്പെടുന്നു. തുടർന്ന് കോപിഷ്ഠനായ മന്ത്രി പശുക്കുട്ടിയെ അപഹരിച്ചുകൊണ്ട് പോകുന്നു. ഇതാണ് 5-ാം ശ്ലോകത്തിൻ്റെ അർത്ഥം. ശുക്രമുനിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന മഹർഷിയിൽ നിന്ന് എന്താണ് സംഭവിച്ചതെന്ന് കേട്ട് സുഹൃത്തായ അകൃതവർണ്ണനോടൊപ്പം പരശുരാമൻ ശിവനെ ധ്യാനിച്ചു. വില്ലും വാളും വെളുത്ത മഴുവും ധരിച്ച് ശിവന്റെ സേവകനായ മഹോദരൻ കൊണ്ടുവന്ന രഥത്തിൽ കയറി കാർത്തവീര്യാർജുനൻ്റെ രാജ്യമായ മാഹിഷ്മതിയിലേക്ക് പുറപ്പെടുന്നു. അവിടെ ചെന്ന് രാജാവിനോട് കാളക്കുട്ടിയെ തിരികെ നൽകാൻ അപേക്ഷിക്കുന്നു. പലതവണ അവൻ കൊടുക്കാതിരുന്നപ്പോൾ പരശുരാമൻ മഹാനായ രാജാവിനെതിരെ ഭയങ്കരമായ യുദ്ധം നടത്തുന്നു. ഇതാണ് 6-ാം ശ്ലോകത്തിൻ്റെ അർത്ഥം. ഹേ രാജാവായ കാർത്തവീര്യാർജുനൻ തൻ്റെ 10,000 പുത്രന്മാരോടും 17 സേനാ വിഭാഗങ്ങളോടും നിരവധി ധീരരായ നായകന്മാരോടും തൻ്റെ സമർപ്പിത സുഹൃത്തുക്കളുടെ സംഘത്തോടും കൂടി ആ മഹായുദ്ധം നടത്തുന്നു. താമസിയാതെ പരശുരാമൻ്റെ വെളുത്ത മഴുവും അമ്പുകളും അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ മുഴുവൻ കൊന്നൊടുക്കുന്നു. ബാക്കിയുള്ള സൈന്യം ഭയന്നോടിപ്പോയി. എന്നിട്ടും രാജാവ് തൻ്റെ മറ്റു പുത്രന്മാരോടൊപ്പം പരശുരാമനെ ആക്രമിക്കുന്നു. ഇതാണ് 7-ാം ശ്ലോകത്തിൻ്റെ അർത്ഥം. ഒരിക്കൽ നർമ്മദാ നദിയിൽ അണക്കെട്ട് നിർമ്മിച്ച് കളിച്ചുകൊണ്ടിരുന്ന രാവണൻ്റെ അഹങ്കാരം ശമിപ്പിച്ച 1000 കൈകൾ കൊണ്ട് പരശുരാമൻ പ്രയോഗിച്ച ആയുധങ്ങളെയും അസ്ത്രങ്ങളെയും കാർത്തവീര്യാർജുനൻ തടുക്കുന്നു. വിഷ്ണു ഭഗവാന്റെ സുദർശന ചക്രം വരെ പരശുരാമൻ്റെ നേർക്ക് കാർത്തവീര്യാർജുനൻ പ്രയോഗിക്കുന്നു. പക്ഷേ അതിനെ പരശുരാമൻ എതിർക്കുന്നു. ഇത് കണ്ട രാജാവിന് ഇത് മഹാവിഷ്ണു തന്നെയെന്ന് മനസ്സിലാവുകയും മഹാവിഷ്ണുവിനെ ധ്യാനിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേട്ട ഭഗവാൻ കാർത്തവീര്യാർജുനൻ്റെ എല്ലാ കന്മഷങ്ങളും മാറ്റി അദ്ദേഹത്തിനെ കൊന്ന് അദ്ദേഹത്തിന് മോക്ഷം നൽകുന്നു. ഇതാണ് 8-ാം ശ്ലോകത്തിൻ്റെ അർത്ഥം. പിതാവിൻ്റെ മരണവാർത്ത അറിഞ്ഞ രാജപുത്രന്മാർ അത്യന്തം കോപത്തോടെ വന്ന് ഭൃഗു മഹർഷിയെ കൊല്ലുന്നു. അത് കണ്ട് രേണുകാദേവി മാറത്തടിച്ച് നിലവിളിക്കുന്നത് കണ്ട പരശുരാമൻ ഭൂമിയിലെ മുഴുവൻ ക്ഷത്രിയരെയും ഇല്ലാതാക്കുമെന്ന് ഉഗ്രശപഥം ചെയ്യുന്നു. ധ്യാനത്തിലൂടെ രഥവും ആയുധങ്ങളും നേടി വാളും അമ്പും ഉപയോഗിച്ച് എല്ലാ ദിശകളിലും പോരാടി ബ്രാഹ്മണരെ വഞ്ചിക്കുന്ന ക്ഷത്രിയർക്കെതിരെ യുദ്ധം ചെയ്ത് മുഴുവൻ ക്ഷത്രിയരെയും വധിക്കുകയും ഭൂമിയെ മുഴുവൻ ക്ഷത്രിയരിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് ശ്ലോകം 9-ന്റെ അർത്ഥം. തുടർന്ന് പരശുരാമൻ പിതാവിനെ വീണ്ടും ജീവിപ്പിക്കുന്നു. ക്ഷത്രിയ രത്നം കൊണ്ട് നിർമ്മിച്ച സമന്ത പഞ്ചകത്തിന് പൂർവികർക്ക് ബലിയർപ്പിക്കുന്നു. തുടർന്ന് ഭൂമി മുഴുവൻ മറ്റ് സമ്പത്തുകൾ ഉൾപ്പെടെ കശ്യപനും മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നു. സാൽവ രാജാവിനെതിരെ ഒരു വലിയ യുദ്ധം നടത്തി. പക്ഷേ കൃഷ്ണാവതാരത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുമെന്നറിയിച്ച് സനത്കുമാരമുനി അദ്ദേഹത്തെ തടയുന്നു. ഇതാണ് 10-ാം ശ്ലോകത്തിൻ്റെ അർത്ഥം. പരശുരാമനായ ഗുരുവായൂരപ്പനെ ആയുധപ്രയോഗം നിർത്തി മഹേന്ദ്രപർവ്വതത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗോകർണത്തിൽ നിന്ന് കടലിൽ മുങ്ങിയ ഭൂപ്രദേശം കണ്ടപ്പോൾ നിരവധി ഋഷിമാരുടെ പ്രാർത്ഥന കേട്ട് ധ്യാനത്താൽ വിളിക്കപ്പെട്ട വില്ലുകൊണ്ട് ആഗ്നേയാസ്ത്രം എന്നൊരു അസ്ത്രം അങ്ങ് അയച്ചു. കടൽ അതിൻ്റെ വെള്ളവുമായി അകന്നു. കേരളഭൂമിയെ രക്ഷിച്ചുയർത്തി. അങ്ങനെയുള്ള ദൈവമേ എന്നെ സംരക്ഷിക്കണമേ എന്നാണ് 11-ാം ശ്ലോകത്തിൽ ശ്രീമൻ നാരായണ ഭട്ടതിരിപ്പാട് അപേക്ഷിക്കുന്നത്. കാശി രാജാവിൻ്റെ മൂത്ത പുത്രിയായ അംബയെക്കുറിച്ചും അംബയെ വിവാഹം കഴിക്കാൻ ഒരുങ്ങിയിട്ട് ഭീഷ്മർ തട്ടിക്കൊണ്ടുപോയി എന്ന് ആരോപിച്ച് വിവാഹം നിഷേധിക്കുന്ന സാൽവ രാജാവിനെക്കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട്. ആ സാൽവ രാജാവാണ് കുറച്ചു മുമ്പ് 9-ാം ശ്ലോകത്തിൽ പറഞ്ഞ സാൽവ രാജാവ്. സാൽവ രാജാവിനെ സാക്ഷാൽ ശ്രീകൃഷ്ണനാണ് വധിക്കുന്നത്. ഇങ്ങനെ ഓരോരോ ചെറിയ സന്ദർഭങ്ങൾക്കും പുറകിൽ വലിയ വലിയ കഥകളുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഭാഗവതത്തിൻ്റെ തന്നെ സംക്ഷിപ്ത രൂപമാണ് നാരായണീയം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നാരായണീയത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും വലിയ വലിയ കഥകളാണ്.
കുറച്ചുകൂടെ വിശദീകരിച്ച് ഓരോ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയണമെന്നുണ്ട്. വീഡിയോ ലോങ് ആകുന്നതുകൊണ്ടാണ് ഞാനതിന് ശ്രമിക്കാത്തത്. എന്തായാലും പിന്നീട് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദശകം 36 ചൊല്ലിപ്പഠിക്കാം. ശ്രീമദ് നാരായണീയം ദശകം 36 പരശുരാമചരിതം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത്രയേ പുത്രതയാ പുരാതു മനസൂയായാം ഹി ദത്താഭിതോ ജാതശിഷ്യനിബന്ധതന്ത്രിതമനാ സ്വസ്ഥശ്ചരൻ കാന്തയാ ദൃഷ്ടോ ഭക്തതമേന ഹേഹയമഹി പാലേന തസ്മൈ വരാൻ അഷ്ടൈശ്വര്യമുഖാൻ പ്രദായ ദദിതാ സ്വേനൈവ ചാന്തേ വധം. സത്യം കർത്തുമദാർജുനസ്യ ച വരം തച്ഛക്തിമാത്രാനദം ബ്രഹ്മദ്വേഷി തദാഖിലം നൃപകുലം ഹന്തും ച ഭൂമേർവരം സംജാതോ ജമദഗ്നിദോ ഭൃഗുകുലേ ത്വം രേണുകായാം ഹരേ രാമോ നാമ തദാത്മജേഷ്വരജ പിത്രോരഥാ സമ്മതം. നാരായണ 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 സത്യനാരായണ നാരായണ നാരായണ. ലബ്ധാം നായകണ ചതുർദശവയാ ഗന്ധർവരാജേ മനാക് ആസക്താം കില മാതരം പ്രതിവിദു ക്രോധാകുലസ്യജ്ഞയാ താദാജ്ഞാദിക സോദരൈ സമമിമാം ചിത്വാ ദശാന്താത് പിതു തേഷാം ജീവനയോഗമാഭിധവരം മാതാ ച തേ ദാദ്വരാൻ പിത്രാ മാതൃമുദേസ്തവാഹൃതവിയത് ധേനോർനിജാതാശ്രമാത് പ്രസ്ഥായാദ ഭൃഗോർഗിരാ ഹിമഗിരൗ ആരാധ്യ ഗൗരീപദീം ലബ്ധ്വാ തത്പരശും തദുക്തധനുജ ചേദി മഹാസ്ത്രാധികം പ്രാപ്തോ മിത്രമദാകൃത വ്രണമുനിം പ്രാപ്യാഗമ സ്വാശ്രമം. ആഖേടോ ഭഗതോർജുന സുരഗവി സംപ്രാപ്ത സമ്പദ്ഗണൈർ ത്വത്പിത്ര പരിപൂജിത പുരഗതോ ദുർമന്ത്രിവാചാ പുനഃ ഗാം ക്രേതും സജീവം നിയുക്തഗുദിയാ തേനാഭിരുന്ദൻ മുനി പ്രാണക്ഷേപ സരോഷഗോഹദ ചമോ ചക്രേണ വത്സോ ഹൃദാ ശുക്രോ ജീവിതതാദവാക്യചലിത ക്രോധോദ സഖ്യാ സമം ബിഭ്രദ്യാദ മഹോദരോപനിഹിതം ചാപം കുടാരം ശരാൻ ആരൂഢ സഹ വാഹയന്ത്രഗരഥം മാഹിഷ്മദീമാവിശൻ വാഗ്ഭിർവത്സമദാശുഷിഷിതിപദൗ സംപ്രാസ്തുതാ സങ്കരം പുത്രാണാമയുധേന സപ്തദശഭി ചാഷൗഹിണീഭിർമഹാ സേനാനീഭിരനേകമിത്രനിവഹൈർ വ്യാജൃംഭിതായോധന സദ്യസ്ത്വത്കുടാരബാണവിദളൻ നിശേഷ സൈന്യോത്കരോ ഭീതിപ്രദ്രുത നഷ്ടശിഷ്ടതനയാ സ്വാമാപതത് ഹേഹയാ ലീലാവാരിത നർമ്മദാ ജലവലത് ലങ്കേശ ഗർവാപഹ ശ്രീമദ്ബാഹുസഹസ്രമുക്തബഹു ശസ്ത്രാസ്ത്രം നിരുന്ധനമോ ചക്രേ തയ്യത വൈഷ്ണവേപി വിഫലേ ബുദ്ധ്വാ ഹരിം ത്വാമുദാ ധ്യായന്തം ചിത സർവദോഷമവധി സോഗാത് പരം തേ പദം ഭൂയോ മർഷിത ഹേഹയാത്മജഗണൈ സ്ഥാദേഹദേ രേണുകാം ആജ്ഞാനാ ഹൃദയം നിരീക്ഷ്യ ബഹുശോ ഘോരാം പ്രതിജ്ഞാം വഹൻ ധ്യാനാനീതരദായുധസ്തുമകൃത വിപ്രദ്രുഹക്ഷത്രിയാൻ ദിക്ചക്രേഷു കുടാരയൻ വിശിഖയൻ നിക്ഷത്രിയാ മേദിനി താദോ ജീവനകൃത് നൃപാലകുലം ത്രിസപ്തകൃത്വോജയൻ സന്ദർപ്യാദ സമന്ത പഞ്ചകമഹാ
രക്തഹൃദൗഖേ പിതॄൻ യജ്ഞേഷ്മാമഭി കാശ്യപാദിഷു ദിശൻ സാൽവേന യുധ്യൻ പുനാ കൃഷ്ണോമും നിഹനിഷ്യതീതി ശമിതോ യുദ്ധാത് കുമാരൈർഭവാൻ നസ്യസ്ത്രാണി മഹേന്ദ്രഭൂഭൃതി തപസ്തന്വൻ പുനർമജ്ജിതാ ഗോകർണാവതി സാഗരേണ ധരണീം ദൃഷ്ട്വാർത്ഥിതാസ്താപസൈ ധ്യാതേശ്വാസധൃതാനലാസ്ത്രചകിതം സിന്ധും സ്രുവക്ഷേപണാത് ഉത്സാരോദ്ധൃതകേരളോ ഭൃഗുപദേ വാദേശ സംരക്ഷ മാം ഉത്സാരോദ്ധൃതകേരളോ ഭൃഗുപദേ വാദേശ സംരക്ഷ മാം. ശ്രീഹരിയേ നമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.